അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്തിനെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അദ്ദുറൂസുൽ മുഹിമ്മ ലി അമ്മത്തിൽ ഉമ്മ, മുസ്ലിം സമുദായത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സുപ്രധാന പാഠങ്ങൾ എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ ദർസ്, അത് ലാ ഇലാഹ ഇല്ലല്ലയെ സംബന്ധിച്ചാണ്. അർക്കാനുൽ ഇസ്ലാം എന്ന ആ ദർസിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇസ്ലാം കാര്യങ്ങളിൽ 5 കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതും ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനമാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ആശയവും അതിൻ്റെ ശുറൂത്തുകളുമാണ് ഈ പാഠത്തിൽ ഷെയ്ഖ് അവറുകൾ പ്രധാനമായും വിശദീകരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളിന്മേലാണ് ഇസ്ലാം എടുക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ നെടുന്തൂണുകൾ 5 എണ്ണമാണ് എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തേത് 2 ഷഹാദത്താണ്. അത് മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് എന്നറിയപ്പെടുന്ന കലിമത്താണ്. എല്ലാ അർത്ഥത്തിലും കലിമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ വചനം, ഏറ്റവും ശ്രേഷ്ഠമായ വചനവും അതാണ്. അഫ്ളലു ദിക്ർ എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. മാത്രമല്ല അറഫയിലെ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞു നേരത്തെ ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ്. വ ഖൈറു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് ഞാനും എൻ്റെ മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ, അറഫ ദിവസം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അവനേകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല, എല്ലാ ആധിപത്യവും അവനുള്ളതാണ്, സർവസ്തുതിയും അവനുള്ളതാണ്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, അതുകൊണ്ട് എന്നെ ആരാധിക്കണം എന്ന് വഹ്യ് നൽകാതെ നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് സൂറത്ത് അംബിയായിൽ 25-ാമത്തെ ആയത്തിലുണ്ട്. ഇത് സുബ്ദത്തു ദഅവത്തിൽ മുർസലീൻ, നബിമാരുടെ ദഅവത്തിന്റെ ആകത്തുക അല്ലെങ്കിൽ അതിൻ്റെ സാരാംശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വ ഖുലാസത്തു റിസാലത്തി, അവരുടെ ദൗത്യത്തിന്റെ സംക്ഷിപ്തം അതാണ്. മാത്രമല്ല ജനങ്ങൾ ആദ്യമായിട്ട് നബിമാരിൽ നിന്ന് കേൾക്കുന്നത് ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹ്ക്ക് ഇബാദത്തെടുക്കണം, മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്ക് ഒരാരാധ്യനുമില്ല. ഇനി ഷെയ്ഖ് അവറുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന വിശദീകരിക്കുകയാണ്. ലാ ഇലാഹ നാഫിയൻ ജമീഅ മാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലക്ക് 2 ഭാഗം ഉണ്ട്. ഒന്ന് ലാ ഇലാഹ, മറ്റൊന്ന് ഇല്ലല്ലാഹ്. ആദ്യ ഭാഗമായ നഫി, അതെന്താണ്? അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെ എല്ലാം നിഷേധിക്കുക, തള്ളിക്കളയുക. അതാണ് ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. പിന്നീടാണ് ഇല്ലല്ലാഹ്, മുസ്ബിതൻ അൽ ഇബാദത ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അള്ളാഹുവിന് മാത്രം ഇബാദത്തിനെ സ്ഥാപിക്കുക. അപ്പൊ 2 റുക്നുകളുണ്ട് ഈ കലിമത്തിന്. ആ അടിസ്ഥാനപരമായ 2 എണ്ണം, ഒന്ന് നഫി, ഒന്ന് ഇസ്ബാത്ത്. ആദ്യ ഭാഗം നിഷേധമാണ്. അള്ളാഹു ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ, കല്ലാകട്ടെ, മരമാകട്ടെ, ചെടിയാകട്ടെ, ജീവിയാകട്ടെ, മനുഷ്യനാകട്ടെ, വലിയാകട്ടെ, നബി, എല്ലാത്തിനെയും നിഷേധിക്കണം. അതാണ് ലാ ഇലാഹ. 2ാമത്തെ ഭാഗമാണ് ഇല്ലല്ലാ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാള് ലാ ഇലാഹ പറഞ്ഞു, അത് അംഗീകരിച്ചു, പക്ഷേ ഇല്ലല്ലാ പറഞ്ഞില്ലെങ്കിൽ മുവഹിദാവൂല. അല്ലെങ്കിൽ ഒരാൾ ലാ ഇലാഹ പറഞ്ഞില്ല, ഇല്ലല്ലാ മാത്രം അംഗീകരിച്ചു, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നത് മാത്രം അംഗീകരിച്ചു, ശരിയാവോ? ഇല്ല. അപ്പൊ 2ഉം കൂടിക്കൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഷെയ്ഖ് അബ്ദുർ റസാഖിൽ ബദർ കുറെ ആയത്തുകൾ ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു നിങ്ങൾ അവനെ അല്ലാതെ ഇബാദത്ത് എടുക്കരുതെന്ന്. അതുപോലെ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കണം, അവനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ഇങ്ങനെ കുറെ ആയത്തുകളിൽ ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അർത്ഥമില്ലാത്ത ഒരു വാക്കല്ല,
മറിച്ച് വളരെ ആളുകൾ ഇങ്ങനെ വെറുതെ ഒരു ദിക്റായി ഇങ്ങനെ ചൊല്ലുക, അതിൻ്റെ ആശയം എന്ത്, ഉദ്ദേശം എന്ത് എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല. യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ കലിമത്ത് ഉൾക്കൊള്ളുന്ന ലാ ഇലാഹയും ഇല്ലല്ലയും നഫിയും ഇസ്ബാത്തും, ആദ്യ ഭാഗം അള്ളാഹുർമ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും നിഷേധിക്കലാണ്, മറ്റു അള്ളാഹുവിനുള്ള ഇബാദത്ത് സ്ഥാപിക്കലാണ്. അത് സത്യസന്ധമായി ഒരാൾ പറഞ്ഞാൽ ശൈഖ് പറയാണ് ലാ യദ്ഉ ഇല്ലല്ലാഹ് ഫഇന്ന ഖായില ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹഖ്ഖൻ വസിദ്ഖൻ ലാ യദ്ഉ ഇല്ലല്ലാഹ് വലാ യസ്തഗീഥു ഇല്ലാ ബില്ലാഹ്. സത്യസന്ധമായി ഒരാൾ ഈ വാക്ക് ഉച്ചരിച്ചാൽ, അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് ഉച്ചരിച്ചാൽ, അയാൾ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയില്ല, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാഥ നടത്തില്ല, വലാ യതവക്കലു ഇല്ലാ അലല്ലാഹ്, അള്ളാഹു അല്ലാത്തവരുടെ മേൽ ഭരമേൽപ്പിക്കില്ല, വലാ യത്ലുബുൽ മദദ ഇല്ലാ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നല്ലാതെ സഹായം ആവശ്യപ്പെടുകയില്ല, വലാ യഅബ്ദു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അറിവ് നടത്തുകയില്ല, വലാ യൻസുറു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ നേർച്ച നടത്തുകയില്ല, വലാ യസ്രിഫു ശൈഅൻ മിനൽ ഇബാദത്തി ഇല്ലാ ലില്ലാഹി വഹദ, ഇബാദത്തിലൊന്നും അവൻ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുകയില്ല. അതാണല്ലോ അള്ളാഹു സൂറത്തുൽ അൻആമിൽ പറഞ്ഞത്, ഖുൽ നബിയെ പറയുക, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. വബിദാലിക ഉമിർതു, അതാണ് എന്നോടുള്ള കൽപ്പന. വാന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമത്തവനാണ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് വെറുതെ ഉച്ചരിച്ചത് കൊണ്ട് കാര്യമില്ല. അതിൻ്റെ ആശയം മനസ്സിലാക്കി അത് നാം പറയുന്നതോടുകൂടി എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അത് ഉച്ചരിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. ഇലാഹിനർത്ഥം അൽ മഅബൂദ് ബിഹഖ്, യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ എന്നാണ്. അപ്പം അത് പറയുന്നതോടുകൂടി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അതിനെതിരായ ഒന്നും ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാഥാർത്ഥ്യമാക്കിയ പ്രതിഫലം അയാൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ശൈഖ് അവറുകളുടെ ഊന്നി പറയുന്നുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട സമുദായം മക്ക മുശ്രിക്കുകൾ, അവർ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിരുന്നു. ലാകിന്നഹും ഇസ്തക്ബറു ഖബൂലിഹ, പക്ഷെ അത് സ്വീകരിക്കുന്നതിൽ നിന്ന് അവർ അഹങ്കരിച്ച് പിന്മാറി. സൂറത്ത് സാഫാത്തിൽ പറഞ്ഞല്ലേ, ഇന്നഹും ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവരോട് പറയപ്പെട്ടാൽ അവർ അഹങ്കരിച്ച് പിന്മാറുന്നതാണ്. മാത്രമല്ല അവർ ചോദിക്കും, വയഖൂലൂൻ അഇന്നാ ലതാരികു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ, ഒരു ഭ്രാന്തനായ കവിക്ക് വേണ്ടി ഞങ്ങളുടെ ഇലാഹുകളെ ഞങ്ങൾ ഒഴിവാക്കുകയോ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ലാത്തയെ ഉസ്സയെ ഒന്നും വിളിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റില്ല എന്ന്. അതാണല്ലോ അവർ അത്ഭുതത്തോടെ ചോദിച്ചത്. സൂറത്ത് സ്വാദിൽ 5-ാമത്തെ വചനം, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, എന്ത് പറ്റി മുഹമ്മദിന് എല്ലാ ദൈവങ്ങളെയും കൂടി ഒറ്റ ആരാധ്യനാക്കിയല്ലോ, ഇത് വളരെ അത്ഭുതമുള്ള കാര്യം തന്നെ എന്നാണ്. എന്ന് മാത്രമല്ല തുടർന്നുള്ള ആയത്ത് കണ്ടോ, വൻതലഖൽ മലഉ മിൻഹും അനിംശു വസ്ബിറു അലാ ആലിഹത്തിക്കും ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്, അവരിലെ പ്രധാനികൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ടുപോയി, നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളുടെ മേൽ തന്നെ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുക എന്ന് അവർ പറഞ്ഞു. അപ്പോൾ കാര്യമൊക്കെ അവർക്ക് മനസ്സിലായി. എന്നിട്ടും അവരെന്ത് ചെയ്യാണ്, അവരുടെ ആരാധ്യന്മാരിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവർ തീരുമാനം എടുക്കുകയാണ്. മാത്രമല്ല നമ്മളങ്ങനെ ഉറച്ചു നിന്നില്ലായിരുന്നെങ്കിൽ അവൻ നമ്മുടെ ദൈവങ്ങളിൽ നമ്മെ തെറ്റിച്ചു കളയുമായിരുന്നു എന്ന് വരെ അവർ പറഞ്ഞതായ സൂറത്തുൽ ഫുർഖാനിലുണ്ട്. ഇൻ കാദ ലയുദില്ലുനാ അൻ ആലിഹത്തിനാ ലൗല അൻ സബർന അലൈഹ. അപ്പം നമ്മൾ സബർ കൈക്കൊണ്ടു നമ്മുടെ ദൈവങ്ങളിൽ തന്നെ ക്ഷമിച്ചു നിന്നു. അതുകൊണ്ടാണ് ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എത്രയോ തവണ ഉച്ചരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതിനെതിരായി പലതും അവർ ചെയ്യുന്നു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ഇസ്തിഗാസ നടത്തുകയും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വരുമ്പോൾ ഖബറാളികളോട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി അറിവ് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെന്താ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് കൊണ്ട് അവർക്ക് എന്ത് ഉപകാരമാണ് ലഭിക്കാനുള്ളത്? ലാ ഇലാഹ എന്നത് അവർ അംഗീകരിച്ചിട്ടില്ല. അള്ളാഹു ഓർമ്മ ആരാധിക്കപ്പെടുന്ന അവയെ തള്ളിപ്പറയണം, നിഷേധിക്കണം എന്നത് അംഗീകരിച്ചെങ്കിൽ ഒരിക്കലും ഇബാദത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം
അള്ളാഹു അല്ലാത്തവർക്ക് അവർ അർപ്പിക്കുകയില്ല എന്ന് ഷേഖ് അവറുകളിവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇലാഹിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ലാ ഖാലിക ഇല്ലല്ലാ, ലാ റാസിക ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഖാലിക്കില്ല, അള്ളാഹു അല്ലാതെ റാസിക്കില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമായിട്ട് ആളുകൾ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ പടച്ചവനില്ല, സൃഷ്ടാവില്ല, അള്ളാഹു അല്ലാതെ റിസ്ക് നൽകുന്നവനില്ല, അള്ളാഹു അല്ലാതെ മാലിക്കില്ല, ഉടമസ്ഥനില്ല എന്നൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ല അർത്ഥമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട അറേബ്യൻ മുശ്രിക്കുകൾ അവർ അള്ളാഹുവാണ് ഖാലിക്ക്, സൃഷ്ടാവ്, അള്ളാഹുവാണ് മാലിക്ക്, അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്ന റാസിക്ക്, അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അവനാണ് മഴ വർഷിപ്പിക്കുന്നത് ഒക്കെ അവർ അംഗീകരിച്ചിരുന്നു. പക്ഷേ ഇബാദത്തുകൾ അവർ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുകയും ചെയ്തു. എന്നിട്ടാണ് അവർ ചോദിച്ചത്, ഇതൊക്കെ ഇബ്രാഹിം നബി ദൈവമല്ലേ, ഇസ്മായിൽ നബി നമ്മളെ ഇലാഹല്ലേ, എന്നിട്ടെന്താ മുഹമ്മദ് പറഞ്ഞു എല്ലാ ഇലാഹും കൂടി ഒന്നാണെന്നോ, അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അഹങ്കരിച്ച് പിന്മാറിയത് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അർത്ഥം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അബൂജഹൽ അടക്കമുള്ളവർ അതിൻ്റെ ഇലാഹിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് ഉച്ചരിക്കാൻ തയ്യാറാകാതിരിക്കുന്നത്. ഇന്നത്തെ ആളുകൾക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണ്. അവർക്ക് ഇലാഹിൻ്റെ അർത്ഥം ശരിക്കും അറിഞ്ഞുകൂടാ. അബൂജഹലും കൂട്ടരും ഉച്ചരിക്കാതിരുന്നത് അറിഞ്ഞത് കൊണ്ടാണ്, അവർക്ക് അവരെ ശിർക്കിൽ തുടരാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇന്നത്തെ ആളുകൾ എല്ലാ ശിർക്കിലും മുങ്ങിക്കുളിച്ച് നിൽക്കുന്നു. ജാറത്തിൻ്റെ അടുത്തുള്ള കൊടിയിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ, നിസ്കാരം കഴിഞ്ഞാൽ ഒരു ബിദ്അത്ത് അഫ്ളലു ദിക്ർ എന്ന് ഇമാം പറയുന്നതിന് പിന്നിലുള്ള ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാ. ഇങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാ പറയും. പക്ഷേ അതിനെതിരായിട്ടാണ് അവരെ വാക്കുകൾ വരുന്നത്, അവരെ പ്രവൃത്തികൾ വരുന്നത്. മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, മരിച്ചവർക്ക് വേണ്ടി അറിവ് നടത്തുക, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കുക, ഇങ്ങനെയുള്ള അള്ളാഹു വിരോധിച്ചിട്ടുള്ള ഷിർക്ക്, ലാ ഇലാഹ ഇല്ലല്ലക്ക് നേരെ കടകവിരുദ്ധമായ കാര്യങ്ങൾ ആളുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവർ സമാധാനിക്കുകയാണ്, നമ്മൾ മുസ്ലിങ്ങളല്ലേ, ഷഹാദത്ത് ചെല്ലിയവരല്ലേ, നമ്മളിനി ഷിർക്കിലേക്ക് പോവുകയില്ല. ഷഹാദത്ത് കലിമ ഉച്ചരിച്ചത് കൊണ്ട് മാത്രം ഷിർക്ക് വരാതിരിക്കുമോ? ലാ ഇലാഹ ഇല്ലല്ലയിൽ വിശ്വസിച്ച് നബിയോട് കൂടി യുദ്ധത്തിന് പോയിരുന്ന പുതുതായി ഇസ്ലാമിലേക്ക് വന്ന സഹാബികൾ ഹുനൈൻ യുദ്ധത്തിന് പോകുമ്പോൾ കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ പറഞ്ഞെന്താ, ഇതാ മുശ്രിക്കുകൾക്ക് വാളുകൾ കൊളുത്തിയിടാൻ ഒരു മരമുണ്ട്, അതുപോലെ ഞങ്ങൾക്കും ഒരു മരം ഏർപ്പെടുത്തി തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? മൂസാ നബിയോട് തൻ്റെ ആളുകൾ പറഞ്ഞു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ ഏർപ്പെടുത്തിക്കൊണ്ടാ എന്ന് മൂസാ നബി പറഞ്ഞതുപോലെ വാക്കാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ മുസ്ലിമായി വന്ന് യുദ്ധത്തിന് പോകുന്ന ആളുകളാണ് ഇവിടെ ഷിർക്കിന്റെ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പം അത് വരാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പല്ലേ? ഇത് മാത്രമാണോ? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാകുന്നു നിർഭയത്വം എന്ന് ഖുർആൻ പറയുന്നു. അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബികൾ നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിൽ ആരാണ് സ്വന്തത്തോട് എന്തെങ്കിലും ഒരു ദുൽമ ചെയ്യാത്തവർ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ദുൽമല്ല, ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞ ദുൽമ നിങ്ങൾക്കറിയില്ലേ? ലാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അലീം. കുഞ്ഞുമോനെ നീ ശിർക്ക് വെക്കല്ലേ, അള്ളാഹുവിൽ ശിർക്ക് വെക്കല്ലേ. ശിർക്ക് വലിയ അക്രമമാകുന്നു, ദുൽമാകുന്നു. ആ ദുൽമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിൽ ശിർക്ക് കലരാതിരിക്കണം. അതിനെ സംബന്ധിച്ച് സഹാബത്തിന് പേടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പ്രാർത്ഥനയും പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് സംസാരിക്കാം. മുസ്ലിം സമുദായത്തിൽ ഇന്ന് ശിർക്കില്ല, ശിർക്ക് വരികയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ശിർക്കിനെ പേടിക്കേണ്ടതില്ലെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള കുപ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരിലും കുടുംബക്കാരിലുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കാതെ ലാ ഇലാഹ ഇല്ലല്ലക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും. അത്തരം ആളുകളെ ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് ക്ഷണിക്കുകയും യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ല അവരെ പഠിപ്പിക്കുകയും ചെയ്യണം. അതിന് നാം പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.